തിരുമല അനിലിന്റെ ആത്മഹത്യാ കേസിൽ ബാങ്കിനോട് വിവരങ്ങൾ ആവശ്യപ്പെട്ട് പോലീസ്. ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. വിശദവിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുകയാണ്. നിർബൻ, വളരെ ഊർജിതമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. സിന്ദൂരി, നേരത്തെ പൂജപ്പുര പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ കണ്ടോൺമെന്റ് SCPയിലേക്ക് ഈ കേസ് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ബാങ്കിൽ നിന്ന് ഇത് സംബന്ധിച്ച് മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിശദാംശങ്ങൾക്ക് വേണ്ടിയും ബാങ്കിന്റെ സെക്രട്ടറി നീലിമ ആർ കുറുപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നോട്ടീസിലെ പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രേരണ കുറ്റമടക്കമുള്ള കേസ് നിലനിൽക്കുമോ, അതുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഇക്കാര്യങ്ങളിൽ ബാങ്കിന്റെ വിശദീകരണം എന്താണ് എന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ മൊഴിയെടുപ്പിൽ ഇത് പോലീസ് എടുക്കുക. ഒപ്പം തന്നെ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ ബാങ്കിൽ നിന്ന് വലിയ തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അതിന്റെ റിപ്പോർട്ടിൽ പ്രധാന പ്രസക്ത ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത്. അതിൽ തന്നെ കോടികളുടെ വായ്പാ തിരിച്ചടവ് കുടിശ്ശികയുണ്ട് എന്നും ബാങ്കിൽ നിയമനം നടത്തിയതിൽ 1,18,00,000 രൂപയുടെ നഷ്ടം ബാങ്കിന് ഉണ്ടായിട്ടുണ്ടെന്നും പലിശ ഈടാക്കിയതിൽ ഇളവ് നൽകിയതിൽ അടക്കം 14 ലക്ഷം രൂപയുടെ നഷ്ടം ബാങ്കിന് സംഭവിച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള ഗുരുതരമായ ഗൗരവ സ്വഭാവമുള്ള കണ്ടെത്തലാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരം കാര്യങ്ങൾ സഹകരണ വകുപ്പായിരിക്കും അന്വേഷിക്കുക. പക്ഷേ മാനസിക സമ്മർദ്ദവും ആത്മഹത്യാ പ്രേരണയ്ക്ക് തുല്യമായ വിഷയങ്ങൾ ബാങ്കിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ബാങ്കിലെ CCTV ദൃശ്യങ്ങൾ മരണത്തിന്റെ തലേദിവസം, അതായത് ആത്മഹത്യയുടെ തലേദിവസം ബാങ്കിൽ വെച്ച് ഈ പറയുന്ന ബാങ്കിന്റെ സെക്രട്ടറി നീലിമ കുറുപ്പുമായി തിരുമല അനിൽ വാക്കേറ്റമുണ്ടായി എന്നും അവിടെ വെച്ച് അധിക്ഷേപം നടന്നു എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ബാങ്കിലെ മറ്റ് ബോർഡ് അംഗങ്ങളിൽ നിന്നും വിശദാംശങ്ങൾ തേടും പോലീസ്. സിന്ദൂരി, തിരുമല അനിലിന്റെ ആത്മഹത്യാ കേസിൽ ബാങ്കിനോട് വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ്. ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നു. നിർബൻ ചക്രവർത്തിയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.